ചോദിച്ചു. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് വളരെ കൃത്യമായി ഞാൻ ചോദിച്ചിരുന്നു. ചോദ്യം സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങളെക്കുറിച്ചല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ തർക്കത്തിലിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ശിർക്കാണ്, ഞങ്ങൾ ശിർക്കാണെന്നും അത് പാടില്ല എന്നും വിശുദ്ധ ഖുർആനിൽ അതിന് ഉദാഹരണങ്ങളില്ല എന്നും. അതുകൊണ്ട് ചോദ്യം ഒന്നുകൂടി വളരെ ശ്രദ്ധിക്കുക. ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാർ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ തർക്കത്തിലിരിക്കുന്ന ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു അപകടം വരുമ്പോൾ മുഹീദ്ദീൻ ശൈഖയെ കാക്കണേ, എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ ബദരീങ്ങളെ രോഗം മാറ്റണേ, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ, ഇത്തരം ഒരു ചോദ്യത്തിന് ഒരു ഉദാഹരണമുള്ള ആ രീതിയിലുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിത്തരേണ്ടത്. ഇപ്പോ നേരത്തെ അദ്ദേഹം ചോദിച്ചത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസ, അതിന് വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ചോദിച്ചു. ഇപ്പൊ രണ്ടാമത് അതിന് ചങ്കിന് കൊള്ളുന്ന മറുപടി അങ്ങ് പറഞ്ഞപ്പോ നമ്മുടെ നാടുകളിൽ ഒരു കൈത് കൂടി, ഉപാധി ഒന്നുകൂടി. നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്ന, എന്നിട്ടൊരു ഉദാഹരണം കൂടെ ഫിറ്റ് ചെയ്തു. ബാബുൽ കോടഞ്ചേരി എന്ന് കുട്ടിയെ കിതാബിലുണ്ടാവൂല. അതിനർത്ഥം കോടഞ്ചേരിക്കാർക്കുള്ള വിധി കിതാബിലുണ്ടാവൂല എന്നാ. അത് വേറെ വിഷയം. അത് നേരത്തെ ഇവിടെ വിശദീകരിച്ചു. അതിന്റെയൊക്കെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഏതായിരുന്നാലും തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസ എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം ചെയ്ത നമ്മുടെ നാട്ടില് ഏതാ തർക്കത്തിലിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മുജാഹിദിന്റെ ബുക്ക് തന്നെ പറഞ്ഞില്ലേ. ആ മുജാഹിദിന്റെ ബുക്ക് ഇതാ ഒന്നുകൂടെ വായിച്ചായിരുന്നു. ഏതാ തർക്കത്തിലിരിക്കുന്നത്? നിങ്ങളെ ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് വളരെ വിഷയം നമ്മള് വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വളരെ മറുപടി പറഞ്ഞത്. ഈ ഇവിടെ നമ്മളെ പുസ്തകത്തിൽ കുഞ്ഞീത് മതിന് എഴുതിയത് മാസറീത്ത് ഇസ്തിഹാസമല്ല. അത് എവിടുത്തേറിയോ കുഞ്ഞുട്ടിയെ ഇങ്ങോട്ട് നോക്ക്, അത് എവിടുത്തേറിയോ? അത് കുഞ്ഞാൾക്ക് ഇസ്തിഹാസ. തിരിയുണ്ടോ നിങ്ങൾക്ക്? തിരിയുണ്ടോ? അപ്പൊ ഈ കുഞ്ഞീതു മദനി കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ബുക്ക. ആ ബുക്കിലുള്ള നിർവചനം അതാ തർക്കത്തിലിരിക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുത്തപ്പോ അതിന് മറുപടി അത് ആചരിക്കുന്നതിന്. പക്ഷെ അങ്ങനെയല്ല, എന്നിരുന്നാലും തന്നെയുമല്ല, അതല്ല ഇന്നീ നാട്ടിലുള്ള എന്ന് ഒക്കെ പോലെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ട് തന്നെ. എന്തിനാ കാപ്പൂന്റെ ഒട്ടിയിൽ മെനക്കെടുന്നത്? ആദ്യം ചോദിച്ചു തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസം. അപ്പൊ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസം ഏതാന്നുള്ളത് മുജാഹിദിന്റെ ബുക്കിൽ ഞാൻ വായിച്ചു കൊടുത്തു. അപ്പൊ അതല്ലേ നമ്മുടെ ഈ നാടുകളിലുള്ള മുഹീദ്ദീൻ ശൈഖയെ കാക്കണേ. മുഹീദ്ദീൻ ശൈഖിന്റെ കാലത്തെ ഖുർആൻ അറിയിക്കുന്നത് മുപ്പരിക്കണം. അങ്ങനെ മുഹീദ്ദീൻ ശൈഖും റിഫായി ശൈഖും ബദരീങ്ങളും അടക്കുന്ന എല്ലാ മഹാരഥന്മാർക്കും ബാധക. അത് നേരത്തെ ഇവിടെ ആയത്തോതിയിട്ടുണ്ട്, അത് വേറെ വിഷയം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസം എന്നാ പിൻവലിച്ചു പറഞ്ഞോട്ടെ. ഈ പുസ്തകത്തിൽ പറഞ്ഞെന്താ ഞങ്ങൾ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസം എന്താന്നുള്ളത് വരമൊഴിയായി ലിഖിത രൂപത്തില് കേരള നദുവത്തുൽ മുജാഹിദീന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എഴുതി വെച്ച് രേഖപ്പെടുത്തിയ രേഖ, അത് പരസ്യമായി ഈ ജനസംഖ്യത്തിന്റെ മുമ്പില് നിങ്ങൾക്കത് പിൻവലിക്കാൻ തയ്യാറുണ്ടോ? ആർജവമുണ്ടോ? ആണത്തമുണ്ടോ എന്ന് ഈ സമയത്ത് വെല്ലുവിളിക്കുന്നില്ല. മെല്ലെ വിളിക്കുക. അത് വെല്ലുവിളിച്ചിട്ട് നമ്മൾ ഇനി കൊളാക്കണ്ട, മുഖാമുഖല്ലേ. അപ്പൊ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസം എന്ന് പറഞ്ഞാലേ താക്കുൻകുട്ടി തൊള്ളേന്ന് പറഞ്ഞാൽ പോരാ, വായെന്ന് പറഞ്ഞാൽ പോരാ, ലിഖിത രൂപത്തിൽ പറ. അതാ ഞങ്ങളിവിടെ വായിച്ചത്. ആ തർക്കത്തിലിരിക്കുന്ന മനുഷ്യ കഴിവിന് അതീതം ആണോ വിധേയമാണോ ഇസ്തിസ്ഖാ എന്നുള്ളത്? അതിനെപ്പറ്റി എന്തേലും ഒന്ന് പറഞ്ഞോ? ഞാനൊന്ന് ഇവിടെ വിശദീകരിച്ചില്ലേ? ആ വിശദീകരിച്ച വിശദീകരണത്തിന് കാമാന്ന് പറഞ്ഞില്ല. ഇതിന് എഴുതിയത് നദുവത്തുൽ മുജാഹിദീന്റെ ഉത്തരവാദിത്തപ്പെട്ട പുസ്തകത്തിൽ എഴുതിയ ആ നിർവചനം അനുസരിച്ചുകൊണ്ട് മൂസാ നബിയോട് കൗമ് ചെയ്തത് എന്താ? ചോദിച്ചോടി, ഒരു കുഴപ്പമില്ല. ചോദ്യം ആവർത്തിച്ചോടി കുഴപ്പമില്ല. പക്ഷെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അതല്ലേ മറുപടി പറയേണ്ടത്, ഇതല്ലേ നല്ലത്. പക്ഷെ ഓരെന്തിന്റെ അറിയോ? ഒരു ചോദ്യം പഠിച്ചു തരും. ഞാൻ ഇപ്പൊ മായുമുഖാമുഖ കേട്ട മനുഷ്യൻ തന്നെ ഒരു ചോദ്യം പഠിച്ചു തരും. അതിന് മറുപടി ആ ചോദ്യം തന്നെ ഇത് ഞങ്ങൾ ഒരുപാട് നേരം ചോദിച്ചിട്ട് മറുപടി ഉണ്ടായില്ലോ, പേരോടുന്ന് മറുപടി ഉണ്ടായില്ലോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചു വെച്ച അതിന് നിർവാഹമൊന്നുമില്ല. അപ്പൊ കാക്കുവിന്റെ കുട്ടിയോട്
സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് എല്ലാവരോടും വളരെ വ്യക്തമായി ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദര, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്താണ് എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ആ നിർവചനത്തിന്റെ പുറത്തോ അകത്തോ വിശദീകരിക്കണം. ചോദ്യം ആവർത്തിച്ചൊരു കുഴപ്പമില്ല. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മമൊക്കെ പ്രമാണബദ്ധമായി സമുദായത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നിയുക്തരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിന് തയ്യാറാണ്. അതുകൊണ്ട് അങ്ങനെ ആവണം എന്ന് സഹോദരനോട് ഓർമ്മപ്പെടുത്തുകയാണ്.